കേരള ചരിത്രത്തിൽ ആദ്യമായി BJP ടിക്കറ്റിൽ ഒരാൾ പാർലമെൻറ്റിലേക്ക് ജയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി ഏതാണ്ട് 73,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട്ടാണ് ജയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സവിശേഷത ഞാൻ നേരത്തെ പറഞ്ഞാണ്. BJP സ്ഥാനാർത്ഥിയായി താമര അടയാളത്തിൽ മത്സരിച്ച ഒരാൾ കേരള നിയമസഭയിലേക്ക് ആകെ ഒരാളെ ജയിച്ചുള്ളൂ. അത് നമ്മുടെ രാജഗോപാൽ 2016 തെരഞ്ഞെടുപ്പിൽ ജയിച്ചാണ്. 2016 അദ്ദേഹം നേമം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് BJPക്ക് നഷ്ടപ്പെട്ടു. അവിടെ കുമ്മനം രാജശേഖരൻ മത്സരിച്ചിട്ട് പോലും ജയിക്കാൻ പറ്റിയില്ല. കുമ്മനത്തെ തോൽപ്പിച്ചത് K. മുരളീധരൻ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവതരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് V. ശിവൻകുട്ടി നേമത്തിൽ നിന്ന് ജയിച്ചു. അതാണ് BJPക്ക് ഇതപര്യന്തമുള്ള ഒരേ ഒരു ജയം നിയമസഭയിലേക്ക്. പാർലമെൻറ്റിലേക്ക് ആരും ജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. 2004 കൃത്യം 20 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ പിന്തുണയോടുകൂടി PT ചാക്കോയുടെ മകൻ PC തോമസ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ IFDP എന്ന് പറഞ്ഞ ഇപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിരുന്നു ആ പാർട്ടിയുടെ പേര്. അതിൽ ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാത്രം ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. അപ്പോൾ PT ചാക്കോയുടെ മകൻ എന്ന വലിയൊരു താരപരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തോട് KM മാണി വലിയൊരു അനീതി ചെയ്തു എന്ന തോന്നലുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം പാർലമെൻറ്റിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടി സ്ഥിരമായി സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ജനകീയ പരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലുപരി ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിരുന്നു. അവിടെ UDF സ്ഥാനാർത്ഥി സാക്ഷാൽ ജോസ് K. മാണിയായിരുന്നു. ഇങ്ങനെ പല സാഹചര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അദ്ദേഹം ജയിച്ചു. അതൊഴിച്ചാൽ അന്ന് ഏതൊരു പത്രത്തിൽ വന്ന തലക്കെട്ടെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിൽ താമര വിരിഞ്ഞില്ല, മൂവാറ്റുപുഴയിൽ ആമ്പൽ വിരിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഒരു താമര വിരിയുന്നത്. അത് സുരേഷ് ഗോപിയിൽ കൂടിയാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ ഇത് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. വളരെ ശക്തമായ മത്സരം നടത്തിയ ആളാണ്. അദ്ദേഹം 3ാം സ്ഥാനത്തായിപ്പോയി. എങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രാജാജി മാത്യുവിനേക്കാൾ ചെറിയ വ്യത്യാസമേ അദ്ദേഹവുമായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ ശക്തമായ സാന്നിധ്യം തെളിയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മത്സരിച്ച് വീണ്ടും 3ാം സ്ഥാനത്തായിപ്പോയി. ഇത്തവണ ഇദ്ദേഹമായിരിക്കും BJP സ്ഥാനാർത്ഥി എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു. അദ്ദേഹം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തി. പിന്നെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് ജനുവരി മാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ചെയ്യുന്ന ജോലി, അതായത് കുട്ടിയുടെ കൈ പിടിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം മോഡിയാണ് നിറവേറ്റിയത്. മോഡിയുടെ കൈവപ്പുള്ള സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് അന്ന് തന്നെ എല്ലാവർക്കും അറിയായിരുന്നു. ഇദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്നുള്ള ഉറപ്പായിരുന്നു. തൃശ്ശൂരിന് കേന്ദ്രമന്ത്രി ഉണ്ടാകാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാചകം. പിന്നെ തൃശ്ശൂരെ എല്ലാ മെത്രാനരമനകളിലും അതുപോലെ പള്ളിമേടകളിലും ഇദ്ദേഹം കയറി ഇറക്കി. ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ചു. എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം ദർശനം നടത്തി. മുസ്ലിം പള്ളികളിൽ കയറി ഇറങ്ങി. ജാതി മത പാർട്ടി ഭേദമന്യേ എല്ലായിടത്തും വോട്ട് ചോദിച്ചെത്തി. അദ്ദേഹം വിജയിച്ചു പോകും എന്ന ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ TN പ്രതാപിന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ്സിനെതിരായിട്ട് തിരിഞ്ഞു. ആ വോട്ടുകളൊന്നും മുരളിക്ക് കിട്ടിയില്ല. അവർ ഏതാണ്ട് വാശിയോട് വൈരാഗ്യത്തോട് കൂടിയിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരെ പ്രബലമായ നായർ സമുദായം ഏറെക്കുറെ പൂർണ്ണമായിട്ടും സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നു. ക്രൈസ്തവരിൽ തന്നെ നല്ലൊരു ഭാഗം അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും സ്ത്രീകളുടെയും മറ്റുമൊക്കെ കുറേ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് കാലത്തും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വിഭാഗം ഈഴവരാണ്. മന്നത്ത് പത്മനാഭപിള്ള സാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈഴവ സമുദായത്തിൽ പോലും പണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ജീവിക്കാൻ ചുറ്റുപാടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാതെ ആകുകയും കോൺഗ്രസ്സുകാരാകുകയും ചെയ്യും. ആ വിഭാഗക്കാർ തൃശ്ശൂരുമുണ്ട്, കുറച്ച് കൂടുതലായിട്ടുമുണ്ട്. അവരുടെ വോട്ട് ക്രീമിനൽ ലെയറിൽപ്പെട്ട ഈഴവരുടെ വോട്ടും സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാമുദായികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു മേൽക്കൈ ഇതാണ്. പിന്നെ ഇദ്ദേഹം ഒരു സാക്ഷാൽ BJPക്കാരനല്ല. BJPക്കാർക്ക് സത്യത്തിൽ സുരേഷ് ഗോപി ഇഷ്ടമല്ല. അദ്ദേഹത്തിന് കിട്ടാത്ത വോട്ട് എന്ന് പറയുന്നത് ഈ BJP ആയിട്ട് നടക്കുന്ന ആളുകളുടെ വോട്ടാണ്. അവരിത്തവണയും അദ്ദേഹത്തിനെതിരെ പണി കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണിക്കുന്ന പോലെ BJP ചമഞ്ഞ് നടക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന് എതിരെ ചെയ്തിട്ടുണ്ട്. അതും ഒരു വിധത്തിൽ അദ്ദേഹത്തിന് ഗുണകരമായി.
ഈ സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തിൽ വരുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുമെന്ന് കേട്ടത് കെ കരുണാകരൻ്റെ ഒരു സിൽബന്തിയായിട്ട് കൊല്ലത്ത് മത്സരിക്കുമെന്നാണ് ആദ്യം കേട്ടത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് കൊല്ല സീറ്റ് കിട്ടിയില്ല. പിന്നെ പുള്ളി വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ആരാധകനായിട്ട് മാറി എന്നുകൊണ്ടൊരു ചരിത്രം. അതും കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത്. ബി ജെ പിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ച് ചേർത്തത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അതിനു മുമ്പ് അദ്ദേഹം ബി ജെ പിയായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹം ശാഖയിൽ പോയി വടി കറക്കിയിട്ടുള്ള ആളല്ല. ഒരു സിനിമാ നടൻ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിലാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ പുള്ളി സാമാന്യം ഭേദപ്പെട്ട റോളിൽ അഭിനയിച്ചു. മോഹൻലാലിൻ്റെ സപ്പോർട്ടറായിട്ട് നടക്കുന്നത്. മോഹൻലാൽ ഒരു അധോലോക നായകനാണ്. അധോലോക നായകൻ്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന 2 സഹ നായകന്മാരുണ്ട്. ഒരു നായകനായിരുന്നു സുരേഷ് ഗോപി. അങ്ങനെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ പല സിനിമകളിലും അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം പല സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ശക്തമായിട്ട് അഭിനയിച്ച ഒരു വടക്കൻ വീരഗാഥയിൽ ആരോമർ ചേക്കാരുടെ വേഷത്തിൽ അഭിനയിച്ചു. അതേ സമയത്ത് തന്നെ ഇന്നലെ എന്ന് പറഞ്ഞ പത്മരാജൻ്റെ സിനിമയിൽ ശ്രദ്ധേയമായ ഒരു റോൾ അഭിനയിച്ചു. അപ്പോഴാണ് ആളുകൾ പറഞ്ഞ് സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അറിയാം, അഭിനയിക്കാൻ പഠിച്ചു എന്ന്. അതിന് മുമ്പ് അദ്ദേഹം അങ്ങനെ ഒരു വലിയ അഭിനേതാവായിട്ട് കരുതപ്പെട്ടിരുന്നില്ല. പിന്നെ പല സിനിമകളിലും പുള്ളി വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ആക്ഷൻ ഹീറോ ആയിട്ട് പേരെടുത്തു. തലസ്ഥാനം കമ്മീഷണർ, ഭരത്ചന്ദ്രൻ IPS, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ കൂടിയാണ് അദ്ദേഹം വലിയൊരു ആക്ഷൻ ഹീറോ ആയിട്ട് മാറിയത്. അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലെ ആക്ഷൻ പുറമേ രാഷ്ട്രീയത്തിലും ആക്ഷൻ തുടങ്ങിയത്. സമീപകാലത്ത് ഇദ്ദേഹത്തെ വളരെയധികം ആക്ഷേപിക്കാനും അവഹേളിക്കാനും ചവിട്ടി താഴ്ത്താനും ചവിട്ടി മെതിക്കാനുമൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ശ്രമങ്ങൾ നടന്നു. സത്യത്തിൽ പുള്ളിയെ ജയിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. സുരേഷ് ഗോപിക്ക് ഭയങ്കരമായ സഹതാപം കിട്ടി പല കാരണങ്ങളാൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നമ്മുടെ മൗദൂദി ചാനലും അതിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാരും അതിൻ്റെ പ്രഥമ തലവനായിട്ടിരിക്കുന്ന ദാവൂദ് സാഹിബുമാണ്. ഈ വിജയത്തിൽ സുരേഷ് ഗോപി ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒന്ന് ദാവൂദിനോടാണ്. അടുത്ത ആളാരെന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ മൗദൂദി ചാനലുകാർ സാധാരണയായിട്ട് അവരുടെ അടുപ്പൂട്ടി ചർച്ചയിൽ ഒരു 7 മിനിറ്റെങ്കിലും സുരേഷ് ഗോപിയെ ആക്ഷേപിക്കാനും അവഹേളിക്കാനും ഇയാൾ റിപ്പോർട്ടറാണ് എന്ന് തെളിയിക്കാനും ഇയാളൊരു നീചനാണ്, കൊളരാത്തവനാണ് എന്ന് സ്ഥാപിക്കാനും വേണ്ടി ചെലവഴിച്ചു. ഇവരിങ്ങനെ നിരന്തരമായിട്ട് ഇദ്ദേഹത്തെ ആക്ഷേപിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടി. സത്യത്തിൽ സുരേഷ് ഗോപി അത്ര മോശക്കാരനൊന്നുമല്ല എന്നുള്ള തൃശ്ശൂർക്കാർക്ക് അറിയാം. പക്ഷേ ഈ മൗദൂദികളുടെ നിരന്തരമായ ആക്ഷേപത്തിനും അവഹേളനത്തിനും ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ താരമൂല്യം കുറയല്ല കൂടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കെതിരായിട്ട് ഇവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വലിയ തോതിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നടത്തുന്നു. ഇയാളുടെ പടം പൊട്ടപ്പടമാണ്, സിനിമ ഇറങ്ങണേക്ക് മുമ്പ് ഈ പടം നമ്മളാരും കാണരുത് എന്നൊക്കെ പ്രചരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു പടവും പരാജയപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ അതിന് ശേഷമുള്ള പടങ്ങളൊക്കെ വലിയ വിജയമായി. പാപ്പൻ മുതലായ സിനിമകളൊക്കെ വലിയ വിജയത്തിലേക്ക് തന്നെ പോയി. പക്ഷേ ഈ രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി പുള്ളിക്ക് വന്നിരുന്നു. പിന്നെ ഇവരുടെ ഈ മൗദൂദി ചാനലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി തോളിൽ ഇദ്ദേഹം കൈവച്ചു. അത് ബലാത്സംഗ ശ്രമമായിട്ട് ചിത്രീകരിച്ച് പെൺകുട്ടിക്ക് വിരോധ പരാതി ഉണ്ടായില്ല. ചാനലുകാർ നിർബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുപ്പിച്ചു. അത് വലിയ ചരിത്ര സംഭവമായിട്ട് മാറി. സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ ഇടയിലുള്ള സ്വാധീനം വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി പിന്നെയും കൂടി. അതായിരുന്നു അദ്ദേഹത്തിന് വേറൊരു ബ്രേക്ക് കിട്ടിയത്. നരേന്ദ്രമോദി വന്ന് മകളുടെ കല്യാണം നടത്തിയതിനേക്കാൾ വലിയ പിന്തുണ കിട്ടിയത് ഈ മൗദൂദി ചാനലുകാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൻ്റെ ഒരു പകുതി മോഡിക്ക് അവകാശപ്പെട്ടേക്കാൾ കൂടുതലായിട്ട് മൗദൂദിക്ക് അവകാശപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വിജയിപ്പിച്ച ഘടകം ഇതൊന്നുമല്ല. സത്യത്തിൽ തൃശ്ശൂർ ജയിക്കാൻ സാധ്യതയുള്ള ആൾ സുനിൽകുമാർ തന്നെയായിരുന്നു. സുനിൽകുമാർ ജയിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് പ്രതാപൻ പിന്മാറി ആ സ്ഥാനത്ത് മുരളീധരൻ വന്നത്. മുരളീധരൻ വന്നപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ എല്ലാവരും മുരളീധരനായതുകൊണ്ട് ജയിച്ചു പോകും എന്നൊരു തോന്നലുണ്ടായി. മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് മുരളിക്ക് തന്നെ കിട്ടി. നേരെ മറിച്ച് പ്രതാപനാണ് മത്സരിച്ചെങ്കിൽ ആ മുസ്ലിം വോട്ട് അവിടുന്ന് ക്രോസ് ചെയ്ത് സുനിലിന് കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് സുനിൽ 2ാം സ്ഥാനത്തായി പോയത്. ജയിക്കാൻ എല്ലാ സാധ്യത ഉണ്ടായിരുന്ന ആൾ സുനിൽകുമാറായിരുന്നു. പിന്നെ സുനിൽകുമാർ ജയിക്കരുതെന്നുള്ള കാര്യത്തിൽ CPMകാർക്കും എന്തോ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കരുവന്നൂർ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു സുനിലിൻ്റെ പ്രധാന പ്രചാരകന്മാർ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സഖാവ് MK കണ്ണനായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അത് സുനിൽകുമാറിന് ദോഷമായിട്ടും സുരേഷ് ഗോപിക്ക് ഗുണമായിട്ടും തീർന്നു. അത് മാത്രമല്ല, ഇവിടെ അഭിപ്രായ സർവേ നടത്തിയ എല്ലാ ആളുകളും തന്നെ ഒന്നുകിൽ സുനിൽകുമാർ ജയിക്കുക അല്ലെങ്കിൽ മുരളീധരൻ ജയിക്കും എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത്.
അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു വെറും സ്ഥാനാർത്ഥിയായി പോകും എന്നൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ. അദ്ദേഹത്തെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ ഒരു ഫ്ലൂക്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇനി എല്ലാത്തിലും ഉപരി സുരേഷ് ഗോപി ജയിപ്പിച്ചത് ഒന്ന് മൗദൂദി ചാനലിലെ ദാവൂദും സംഘവും ആണെങ്കിൽ മറ്റേത് അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ തൃശ്ശൂരെ പോലീസ് കമ്മീഷണറാണ്. ഈ സുരേഷ് ഗോപി കമ്മീഷണർ എന്ന സിനിമയിൽ അഭിനയിക്കും, വെല്ലുവിളിക്കും, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സിനിമയാണ് കമ്മീഷൻ. ഈ സിനിമ കണ്ട അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരാളായിട്ട് IPS ചേർന്ന ആളാണെന്ന് തോന്നുന്നു തൃശ്ശൂരെ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ. ഈ അങ്കിത് അശോകനാണ് തൃശ്ശൂർ പൂരം അലമ്പാക്കിയത്. അതുവഴി സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാക്കിയത്. ഈ തൃശ്ശൂർ പൂരം അലമ്പാക്കിയില്ലായിരുന്നെങ്കിൽ സുനിൽകുമാർ ജയിക്കുമായിരുന്നു. അപ്പോൾ സുനിലിനെ തോൽപ്പിച്ചതും സുരേഷ് ഗോപി ജയിപ്പിച്ചതും അങ്കിത് അശോകനാണ്. ഈ വിജയത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന ശില്പി പോലീസ് കമ്മീഷണറാണ്. സുരേഷ് ഗോപി ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ മറക്കരുത്. നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറഞ്ഞ് ഇദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ ഒരു മെഡൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ദൈവശാപം കിട്ടും എന്ന് ഞാൻ സുരേഷ് ഗോപിയെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വിജയം തീർച്ചയായിട്ടും കേരള ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. കാരണം ഇതാദ്യമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് ഒരു MLA ഇല്ലയെന്നുള്ള ഓർക്കണം. അങ്ങനൊരു സ്ഥലത്ത് അദ്ദേഹം വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോട് ജയിച്ചത്. PC തോമസ് ജയിച്ച പോലെ 500 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ല, വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിൻ്റെ പ്രധാന ശില്പികൾ ഒന്ന് പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, പ്രത്യേകിച്ച് KC വേണുഗോപാലാണ്. രണ്ടാമത്തേത് നിർണായക സമയത്ത് സ്വന്തം സഹോദരൻ സ്ഥാനാർത്ഥിക്ക് തൊട്ടു മുമ്പ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയ പത്മജ വേണുഗോപാലാണ്. പത്മജ അന്ന് പറഞ്ഞു, എന്നെ ചതിച്ച ആളിനെ മുരളിയേട്ടനെയും ചതിക്കും, മുരളിയേട്ടനും 3ാം സ്ഥാനത്തായി പോകും എന്ന്. അത് സത്യമായി. പത്മജയുടെ നാവ് പൊന്നായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത് സുനിലിൻ്റെ പരാജയം ഉറപ്പാക്കിയ MK കണ്ണൻ അടക്കമുള്ള കരുവന്നൂർ കേസിലെ പ്രതികളാണ്. നാലാമത് അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ അഹങ്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തെ മാറ്റും എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി ഇപ്പോഴും പോലീസ് കമ്മീഷണറായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലായിടത്തോളം കാലം ഇതുപോലുള്ള പല കലാമിറ്റീസും നമ്മുടെ നാട്ടിലുണ്ടാകും എന്ന കാര്യം കാരണബോധനം മനസ്സിലാവില്ല, ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ടല്ല, അദ്ദേഹം നേരത്തെ രാജ്യസഭാംഗമായിരുന്നു. ലോക്സഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി അഭിനന്ദിക്കുന്നു. ഇതിന് ശേഷവും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പോകാതെ സിനിമാഭിനയം തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം തുടരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.